പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജി മോദിജിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യയെ സിന്ദൂരമണിയിക്കൂ, രാജ്യത്തെ സ്ത്രീകളെ സിന്ദൂരമണിയിക്കാൻ എന്തിനു നടക്കുന്നു എന്ന്. മമതാജി, മോദിജി രാജ്യത്തെ പെണ്ണുങ്ങളെ സിന്ദൂരമണിയിക്കാനല്ല നടക്കുന്നത്. വിവാഹം കഴിച്ചതിന് ശേഷം സ്ത്രീകളുടെ നെറ്റിയിൽ ഭർത്താവ് സിന്ദൂരമണിയിക്കും. പക്ഷെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് അതല്ല. സിന്ദൂരമണിയിക്കപ്പെട്ട സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കേണ്ട സ്ഥിതി വന്നു. കാരണം അവരുടെ ഭർത്താക്കന്മാർ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ആ തീവ്രവാദികളെ വകവരുത്താനും അവരെ സംരക്ഷിച്ച് പരിശീലിപ്പിച്ച് ഇങ്ങോട്ട് വിടുന്നവരെ വകവരുത്താനും ഉള്ള പരിശ്രമത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. ആ പേരിലൂടെ ഭാരതത്തിലെ ജനങ്ങൾ ആവേശഭരിതരായി, ആ പേരിലൂടെ സൈന്യം ആവേശഭരിതരായി. അവർ വളരെ വളരെ കണിശമായി തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് നമ്മൾ കണ്ടു. പിന്നെ വെടിവെച്ച തീവ്രവാദികൾ അവരെവിടെയുണ്ടെങ്കിലും പൊക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തന്നെ. പിന്നെ മോദിജി ഭാര്യയെ സിന്ദൂരം അണിയിച്ചില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ, മമതാജി, ചില വ്യക്തികളെ സംബന്ധിച്ചോളം, മഹത് വ്യക്തികളെ സംബന്ധിച്ചോളം ചില സന്ദർഭങ്ങളിൽ വിവാഹം കഴിക്കേണ്ടി വരുന്നു. പക്ഷേ വിവാഹ ജീവിതം നടത്താൻ പറ്റാത്ത സ്ഥിതിയും വരുന്നു. ഉദാഹരണമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹം വിവാഹിതനായി. അദ്ദേഹത്തിൻ്റെ അന്നത്തെ സിസ്റ്റം അനുസരിച്ച് സഹോദരിമാർ പുടവ കൊടുത്ത് കാളി എന്ന ഒരു സ്ത്രീയെ അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പക്ഷേ പിന്നീടാണ് അദ്ദേഹം അറിയുന്നത് സഹോദരിമാർ ഇങ്ങനെ ഒരു കർമ്മം ചെയ്തു എന്നുള്ളത്. പക്ഷേ അദ്ദേഹം കാളിയോട് മാപ്പ് പറഞ്ഞു. തൻ്റെ ജീവിത ലക്ഷ്യം മറ്റൊന്നാണ്, ക്ഷമിക്കണം, ഒരു കുടുംബ ജീവിതത്തിന് സാധ്യത പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. അതിനുശേഷം അവർ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഭക്തയായി ജീവിച്ചു. മോദിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യം എന്നുള്ളത് ഈ രാജ്യത്തെ സ്നേഹിക്കുക, രാജ്യമാതാവിനെ പൂജിക്കുക, രാജ്യത്തിൻ്റെ സുരക്ഷിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന പ്രക്രിയകളിൽ പങ്കുചേരുക എന്നുള്ളതാണ്. അത് അദ്ദേഹം അതിമനോഹരമായി നിർവഹിക്കുന്നു. അതിന് വിവാഹ ജീവിതം ഒരു തടസ്സമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അവരുമായിട്ടുള്ളൊരു കുടുംബ ജീവിതത്തിന് അദ്ദേഹം തയ്യാറാകാതിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ മമതാജിയുടെ വികാരം മനസ്സിലാക്കുന്നു. കാരണം സിന്ദൂരമണിയിക്കപ്പെടാത്തൊരു നെറ്റിയുമായി താനിവിടെ ഇരിക്കുമ്പോൾ എന്തേ മോദിജി ഇത്തിരി സിന്ദൂരവുമായിട്ട് ബംഗാൾ വരെ വന്ന് എൻ്റെ നെറ്റിയിലൊന്ന് അണിയിച്ചൂടാ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിൽ. മമതാജി അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വിചാരിച്ച് മമതാജി നിരാശപ്പെടണ്ട. ഇനിയുമാകാം, മമതാജിക്കൊരു വിവാഹമാകാം, സിന്ദൂരമണിയിക്കപ്പെടാം. ഏതായാലും പരിശ്രമിക്കുക. ആ പരിശ്രമം വിജയിക്കുന്നില്ലെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട.